പാകിസ്ഥാനിൽ ഒരു വമ്പൻ വ്യോമാക്രമണം നടന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് തങ്ങളുടെ വീടുകളിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടുകയാണ്. 24 പേർ ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ബോംബാക്രമണമാണ് അല്ലെങ്കിൽ വ്യോമാക്രമണമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഖൈബർ ജില്ലയിലെ തിറ പ്രദേശത്താണ് ഈ ബോംബാക്രമണം അല്ലെങ്കിൽ വ്യോമാക്രമണം നടന്നിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ വിനാശകരമായിട്ടുള്ള വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 24 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പ്രാദേശിക വൃത്തങ്ങൾ തിങ്കളാഴ്ച ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡസൺ കണക്കിന് പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അവശിഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരെയും മൃതദേഹങ്ങളും പുറത്തെടുക്കുന്നതോടെ മരണസംഖ്യ ഉയരുമെന്ന് രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട്. ഖൈബർ ജില്ലയിലെ തിറ പ്രദേശത്തെ ലക്ഷ്യമിട്ടാണ് ഞായറാഴ്ച രാത്രി ആക്രമണം നടന്നത്. പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ഗ്രാമത്തിൽ ബോംബ് വർഷിക്കുകയും വീടുകൾ തകർക്കുകയും ഉറങ്ങിക്കിടക്കുന്ന കുടുംബങ്ങളെ ചിതറിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ആക്രമണത്തിന്റെ മുഴുവൻ ആഘാതവും അനുഭവിച്ചത് സാധാരണക്കാരായിട്ടുള്ള പ്രദേശവാസികളാണ് എന്നാണ് പറയുന്നത്. ആരാണ് ഈ ബോംബാക്രമണം അല്ലെങ്കിൽ വ്യോമാക്രമണം നടത്തിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് പാകിസ്ഥാൻ സർക്കാർ തന്നെയാണ് എന്നുള്ളതാണ് ഇതിന്റെ മറുപടി. തിങ്കളാഴ്ച രാവിലെയോടെ കുടുംബ വീടുകളിലും ഒരു കൂട്ടമായിരുന്ന സ്ഥലം തകർന്നിരുന്നു. ഒരു സ്ഥലത്തെ ജീവിച്ചിരിക്കുന്നവരെ രക്ഷാപ്രവർത്തനം നടത്താനും മരിച്ചവരെ അവർ കിടക്കുന്ന സ്ഥലം കുഴി തോണ്ടിയെടുക്കാനും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾ ഓടുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. തകർന്ന കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ കുടുംബങ്ങൾ ഒരുമിച്ച് കുഴിച്ചിട്ടിരിക്കുന്നു. അതായത് കുടുംബങ്ങൾ ഒരുമിച്ച് അതിനകത്ത് കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. ഈ രംഗം കൂടുതൽ ഹൃദയഭേദകമാണ് എന്നാണ് ഇപ്പോൾ ലോകരാജ്യത്തെ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം പരിക്കേറ്റവരെ അവരിൽ പലരും സൗകര്യങ്ങൾ കുറവായ ക്ലിനിക്കുകളുടെ താൽക്കാലിക കോണുകളിൽ ചികിത്സയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പരിമിതമായ മെഡിക്കൽ സപ്ലൈകൾ ഉള്ളതിനാൽ അടിയന്തര പരിചരണം കൂടാതെ ചിലർക്ക് അതിജീവിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. റോഡുകൾ ഇടുങ്ങിയതും സേവനങ്ങൾ കുറവുള്ളതുമായിട്ടുള്ള ഖൈബറിന്റെ വിദൂര ഭൂപ്രദേശത്ത് കടന്നുപോകുന്ന ഓരോ മണിക്കൂറും സമയത്തോടുള്ള പോരാട്ടമായി മാറിയിരിക്കുന്നു അവിടെ എന്നാണ് മനസ്സിലാകുന്നത്. വ്യോമാക്രമണം മേഖലയിലുടനീളം വേദനയും രോഷവും ആളിക്കത്തിച്ചിട്ടുണ്ട്. വൈദ്യസഹായത്തിന്റെ അഭാവം മാത്രമല്ല, ഇസ്ലാമാബാദിന്റെ നിശബ്ദതയും തങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുന്നുവെന്ന് ദുഃഖിതരും രോഷാകുലരുമായിട്ടുള്ള നാട്ടുകാർ പറയുന്നു. ബോംബാക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ഇതുവരെ ഒരു പ്രസ്താവനയും പുറപ്പെടുവിച്ചിട്ടില്ല. ഇത് നിവാസികളും അവകാശ ഗ്രൂപ്പുകളും ഭയപ്പെടുന്ന ഒരു അവഗണനയാണ്, നഷ്ടപ്പെട്ട ജീവനുകളോടുള്ള അവഗണനയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സമൂഹത്തിലെ വെറുപ്പ് വർദ്ധിപ്പിക്കുകയും സംസ്ഥാന സ്ഥാപനങ്ങളിലുള്ള വിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യുമെന്ന് അന്താരാഷ്ട്ര ആഭ്യന്തര മനുഷ്യാവകാശ സംഘടനകൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തായിരുന്നാലും പാകിസ്ഥാനിൽ ഖൈബർ പഖ്തൂൺഖ്വയിൽ സ്വന്തം ജനങ്ങൾക്ക് നേരെ തന്നെ അവരുടെ തലയിൽ തന്നെ ബോംബുകൾ വർഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.